ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ക്രീമി കോഫി പുഡിംഗ് ആണ്. അപ്പോൾ നമുക്കിങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ. ഞാനിവിടെ ആദ്യമായി കുറച്ച് ചൂടുള്ള പാലെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 5 സ്പൂണോളം വരും കേട്ടോ. അതിലേക്ക് നമ്മളൊരു 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ നല്ല രീതിയിലൊന്ന് കലക്കി ഒന്ന് മാറ്റി വെക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായത് കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 2 രൂപയുടെ ഇൻസ്റ്റൻറ്റ് കോഫി മിക്സ് ആണ് എടുത്തിരിക്കുന്നത്. അതൊരു 2 പാക്കറ്റ് ഇട്ടിട്ട് നല്ല രീതിയിൽ കലക്കി ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ 1 കപ്പ് പാല് നല്ല രീതിയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യത്തിന് നമ്മൾ മധുരം ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് ഞാനിവിടെ കണ്ടൻസ് മിൽക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്തിരി കൂടി ഒരു ക്രീമി ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലാത്തവർക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. പാല് നല്ല രീതിയിൽ തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ തന്നെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോൺഫ്ലവറിൻ്റെ സ്ലറി ഉണ്ടല്ലോ, അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഇതിനെ കുറുക്കിയെടുക്കാം. കോൺഫ്ലവർ ഒഴിച്ച് കൊടുക്കുമ്പോൾ തന്നെ പാല് നല്ല രീതിയിൽ കുറുകി വരാൻ തുടങ്ങും കേട്ടോ. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇൻസ്റ്റൻറ്റ് കോഫി മിക്സും കൂടി ഇതിലേക്ക് നല്ല രീതിയിൽ ചേർത്ത് കൊടുത്ത് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ല രീതിയിൽ ഇതിനെ കുറുക്കിയെടുക്കണം. കുറച്ച് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ കണ്ടില്ലേ, ഇതുപോലെ നല്ല രീതിയിൽ ക്രീമി ആയിട്ട് നമുക്ക് കിട്ടും. കുറച്ചും കൂടി ഒന്ന് ക്രീമി ആയി കഴിയുമ്പോൾ നമുക്ക് ഇതിനെ നമ്മൾ സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് ബൗളാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഒന്ന് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് നമ്മൾ പുഡിങ് പെട്ടെന്ന് വിട്ട് കിട്ടാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നത്. അത് ഫ്രീസറിലാണെങ്കിൽ ഒരു 4 മണിക്കൂറും, അതല്ല താഴത്താണ് വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു 6 മണിക്കൂറിന് ശേഷം നമുക്ക് ഇതിനെ ഡീമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഡീമോൾഡ് ചെയ്തെടുക്കുമ്പോൾ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പുഡിങ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത് കോഫി പൗഡർ കൊണ്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒരു പാക്കറ്റ് നമ്മൾ കോഫി പൗഡർ, അതായത് ഏകദേശം 1 സ്പൂണോളം കോഫി പൗഡർ ഞാൻ ഇതിൻ്റെ മേലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിന് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല മധുരവും അതുപോലെ തന്നെ കാണാൻ നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ കുറച്ചും കൂടി ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ മേലെയും കുറച്ച് കോഫി പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. അല്ലാതെ തന്നെ അടിപൊളി ക്രീമി ആയിട്ടുള്ള പുഡിങ്ങാണിത്. നമുക്കിനി ഇതിന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല ക്രീമി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, കട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല മെൽറ്റായിട്ട് പോകുന്നുണ്ട്. വായിലിട്ട് അലിഞ്ഞു പോകുന്ന രീതിയിലാണ് നമ്മുടെ പുഡിങ്. അപ്പോൾ കുറച്ച് ചേരുവകളേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഫീഡ്ബാക്സൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് അറിയിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളിയാണ്, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഓക്കെ, താങ്ക് യു.